PS ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാർട്ടി ഒന്നായിരുന്നു. പക്ഷെ പിണറായി വിജയൻ ഭരിക്കാൻ വന്ന കാലത്ത് പാർട്ടി രണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിൽ ഇപ്പോ പിണറായി സർക്കാർ എന്നാണ് വിളിക്കുന്നത്. കാരണം പിണറായി സർക്കാർ എന്നൊരു സർക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗവും അതേപോലെ പിണറായിയോടും കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എതിർ അഭിപ്രായമുള്ള ഒരു നിര കൂടി ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ അന്ന് വയസ്സുകൊണ്ടും അല്ലെങ്കിൽ പ്രായം കൂടിപ്പോയത് കൊണ്ടും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുമായിരുന്നു PS-നെ അവിടുത്തെ ഒരു നേതൃസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന സ്ഥാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശാവ് എന്ന സ്ഥാനത്തേക്ക് മാറ്റുകയും പിണറായി വിജയൻ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. അത്രത്തോളം ഒരു ജനപ്രീതി എന്ന് പറയുന്നത് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു സത്യാവസ്ഥയാണ്. ജനപ്രീതി കിട്ടിയിട്ടില്ല എന്നതിലുപരി ഈ ഒരു പാർട്ടിയിൽ ഇനി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ ഒരിക്കലും ജനങ്ങൾക്ക് അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് പക്ഷേ 9 വർഷം മുൻപ് കണ്ട ഇലക്ഷനിൽ നമ്മൾ കണ്ടിരുന്നു ഫ്ലെക്സ് ബോർഡിലൊക്കെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരും, പാർട്ടി വിജയിക്കുകയാണെങ്കിൽ VS ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക എന്നുള്ള രീതിയിലേക്ക് പ്രചാരണങ്ങൾ നടന്നിരുന്നു. VS-നോടുള്ള സ്നേഹം കൊണ്ട് പല ആളുകളും ആ ഒരു പാർട്ടിക്ക് വോട്ട് കുത്തി. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു VS-നെ സൈഡാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായത്തെയും അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയെയും പറഞ്ഞുകൊണ്ട് അതിനൊരു കാരണമാക്കി അദ്ദേഹത്തെ സൈഡാക്കിക്കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ നീണ്ട 9 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അടുത്തൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കേരളം സാക്ഷ്യം വഹിക്കാൻ നിൽക്കുകയാണ്. ഇനിയും ഈ ഒരു ഇവർ അന്ന് കാണിച്ച അതേ സ്ട്രാറ്റജി തന്നെ വീണ്ടും ഇനിയും ആവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അന്നത്തെ ഒരു സ്ട്രാറ്റജി സംബന്ധിച്ചിട്ടാണെങ്കിൽ അന്നും ഹർഷി പറഞ്ഞ പോലെ ഈ TV-യില് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചൊരു കാര്യമാണ് പിണറായി വിജയന് പകരം VS അച്യുതാനന്ദൻ വരുമെന്ന് തന്നെ. കാരണം VS-ന്റെ ആ ഒരു ഭരണകാലത്തെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ഏജിലൊക്കെ എനിക്ക് ആ ഒരു ഭരണത്തെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറിയ കുട്ടിയായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ ഒരു ഭരണകാലത്തെ കുറെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് VS ഭരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം VS-ന്റെ ആ ഒരു അന്ത്യയാത്രയിൽ ഒരുപാട് ആൾക്കാർ പങ്കുചേർന്നതിനകത്തിൽ VS-ന്റെ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ആ ഒരു നേതാവിനോടുള്ള ഒരു എക്സ്ട്രാ സ്നേഹം കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ പലരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് VS ഒരിക്കൽ കൂടെ ഭരിക്കാൻ വരുന്നത്. പക്ഷെ അന്ന് വയസ്സുകൊണ്ടും അല്ലെങ്കിൽ പ്രായം കൂടിപ്പോയത് കൊണ്ടും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുമായിരുന്നു VS-നെ അവിടുത്തെ ഒരു നേതൃസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന സ്ഥാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശാവ് എന്ന സ്ഥാനത്തേക്ക് മാറ്റുകയും പിണറായി വിജയൻ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. പക്ഷേ ഈ ഒരു നീണ്ട 9 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭരണത്തിന്റെ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനോട് അല്ലെങ്കിൽ VS-ആയിട്ട് നമുക്ക് പിണറായി വിജയനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഒരു ഇത്രയും 9 വർഷത്തോളം കേരളം ഭരിച്ച ഒരു നേതാവ് എന്ന നിലയിൽ അത്രത്തോളം ഒരു ജനപ്രീതി എന്ന് പറയുന്നത് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു സത്യാവസ്ഥയാണ്. ജനപ്രീതി കിട്ടിയിട്ടില്ല എന്നതിലുപരി ഈ ഒരു പാർട്ടിയിൽ ഇനി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ ഒരിക്കലും ജനങ്ങൾക്ക് അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് അറിയാം. പക്ഷേ PS ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാർട്ടി ഒന്നായിരുന്നു. പക്ഷെ പിണറായി വിജയൻ ഭരിക്കാൻ വന്ന കാലത്ത് പാർട്ടി രണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിൽ ഇപ്പോ പിണറായി സർക്കാർ എന്നാണ് വിളിക്കുന്നത്. കാരണം പിണറായി സർക്കാർ എന്നൊരു സർക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗവും അതേപോലെ പിണറായിയോടും കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എതിർ അഭിപ്രായമുള്ള ഒരു നിര കൂടി ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് പാർട്ടിക്ക് വോട്ട് ഷെയർ കൂടുതലുണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ളത്. പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ഭരണത്തിനോട് വലിയ രീതിയിൽ വിരോധമുണ്ട്. ഇത് ഇപ്പൊ പിണറായിയോടുള്ള ജനവിരോധം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ വിരോധമുണ്ട്. അപ്പൊ അവിടെ കൂടുതലായിട്ടും പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്നത് MV ഗോവിന്ദനാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. പാർട്ടിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായ സ്ഥലമായിരുന്നു കരുനാഗപ്പള്ളിയിൽ പാർട്ടിക്കെതിരെ പാർട്ടി അംഗങ്ങൾ തന്നെ നിരത്തിലേക്ക് ഇറങ്ങിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് MV ഗോവിന്ദനായിരുന്നു അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തൊരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസിനകത്തിലാണ് ജനാധിപത്യ ഭരണം ആ ഒരു രീതി ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുള്ളത്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തിലുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അവരെ സംബന്ധിച്ച് അവരതൊരു പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു സത്യാവസ്ഥ പുറത്തേക്ക് വിടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ VS-നെ കരുവാക്കിയതുപോലെ MV ഗോവിന്ദനെ ചിലപ്പോൾ വെച്ചിട്ട് ഇനി ഒരു
ഇലക്ഷൻ പ്രചരണം നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഒരു പ്രചരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾ അതിനെ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ തയ്യാറാകില്ല എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ VSന്റെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അനുഭവം നമുക്കറിയാം. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഇലക്ഷൻ ഉണ്ടായപ്പോൾ കിറ്റ് കാണിച്ച് പാവപ്പെട്ട ജനങ്ങളെ കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലും വെട്ടിൽ വീണ ജനങ്ങൾ ഇനി ഒരു തവണ കൂടി അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോഴുള്ള ഈ ഒരു ഭരണത്തിൽ ജനങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലെന്ന് മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു ഇലക്ഷൻ വന്നിരുന്നുവെങ്കിൽ ഒന്ന് മാറ്റി കുത്താമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന പല ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് 20% സീറ്റ് ഇവിടെ അല്ലെങ്കിൽ ആ ഒരു 20%-ഓളമെങ്കിലും ആ ഒരു അടിയുറപ്പിക്കാനായിട്ട് BJPക്ക് കേരളത്തിൽ സാധിച്ചത്. നമ്മുടെ ഈ ഒരു ഭരണത്തിന്റെ വളരെ പരാജയം തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഏത് മേഖല എടുത്തിട്ടാണ് ഇത് ഭയങ്കര മികച്ചതാണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. എന്നാൽ എല്ലാ മേഖലകളിലും പ്രശ്നമുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 5 വർഷത്തെ സംബന്ധിച്ച് അന്ന് പ്രളയം ഉണ്ടായി, അതിനുശേഷം നിപ്പ വൈറസിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, കൊറോണ വൈറസിന്റെ കാലം ഉണ്ടായിരുന്നു. കാരണം പാർട്ടിയുടെ ഒരു ഭരണത്തെ നിരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ആ പാർട്ടി എങ്ങനെയാണ് കേരളത്തെ ഭരിക്കുന്നത് എന്നതിലുപരി ഈ പറയുന്ന നിപ്പയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കൊറോണ ആണെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള ചിന്തയിലായിരുന്നു സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളും തന്നെ. പാർട്ടിയാണെങ്കിൽ തന്നെ ഭരണമാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആ ഡിഫൻസ് ആണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അന്ന് നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കൃത്യമായി ആശാ വർക്കർമാർ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം വളരെ നന്നായിട്ട് നിന്നു എന്ന് വേണമെങ്കിൽ പറയണം. ആശാ വർക്കർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും എല്ലാവരും കൃത്യമായി അവിടെ ജോലി എടുത്തു, പണിയെടുത്തു എല്ലാവരും. അന്ന് സർക്കാരിനെ സംബന്ധിച്ച് ആർക്കും പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. അന്നുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി ഇന്നുണ്ടായിരുന്ന വീണ ജോർജ് അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള വീണ ജോർജ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ശൈലജ ടീച്ചറെ വെച്ച് നമുക്ക് വീണ ജോർജിനെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം വീണ ജോർജിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ മിന്നലെന്നൊക്കെ വിളിക്കാൻ പറ്റും. കാരണം പലയിടത്തും മിന്നൽ പോലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും, അതേപോലെ പോവുകയും ചെയ്യും കൃത്യമായിട്ട്. പിന്നെ നമുക്ക് അവിടെ പോയി ഇവിടെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ നടന്നിട്ടുണ്ടോ കൃത്യമായിട്ടല്ല അതേപോലെയാണോ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരാളും മെഡിക്കൽ കോളേജ് വലിയ മികച്ചൊരു രീതിയാണെന്ന് പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും വീണ ജോർജിനും ഒക്കെ സ്ഥിരം അവിടെ പോയി ചികിത്സിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള ആൾക്കാർ അവിടെ തന്നെയാണോ ചികിത്സിക്കുന്നതെന്ന്? റിലേറ്റീവ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, സ്വന്തം ആരോഗ്യമന്ത്രിയല്ലേ, ആരോഗ്യമന്ത്രി എത്ര കാലം ഈ ഒരു മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ പോയി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. ഇപ്പോ ആ ഒരു സമയത്ത് ഈ ഒരു വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ്, 1-2 ആഴ്ചയ്ക്ക് മുൻപ്. ആ ഒരു സമയത്തേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം പല മന്ത്രിമാരും ഏതൊക്കെ ആശുപത്രികളിലാണ് ചികിത്സ തേടിയിരുന്നത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് സർക്കാർ ആശുപത്രികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആ ഒരു രീതിയിലായിരുന്നു ആ ലിസ്റ്റ് വന്നത്. ഇപ്പോ വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം നമ്മളെല്ലാരും പല വാർത്തകളും നമ്മൾ കണ്ടു. VS ഉണ്ടായിരുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തിയ അല്ലെങ്കിൽ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് തന്നെ കുത്തിയ പിണറായി വിജയൻ പിന്നീട് VSന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തോടൊപ്പം ചേർന്ന് വളരെയധികം വിഷമിച്ച് അല്ലെങ്കിൽ വിലപിച്ചുകൊണ്ട് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ശരിക്കും VS എന്ന് പറയുന്നത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ പിണറായി നികത്താനാവാത്ത നഷ്ടമാണോ എന്നുള്ളത് ജനങ്ങൾ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിണറായിയെ സംബന്ധിച്ചിട്ട് പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ജനങ്ങളോടുള്ള ഒരു വികാരമുണ്ട്, ജനങ്ങൾക്കൊരു നേതാവിനോട് തോന്നേണ്ട ഒരു വികാരമുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഏകാധിപത്യ ഭരണമാണെങ്കിൽ നമുക്ക് ഹിറ്റ്ലറിനെ എങ്കിലും കൊണ്ടുവച്ചാൽ പോരെ. എന്നാൽ പിന്നെ ഈ ഹിറ്റ്ലറുടെ രാജ്യത്തുള്ള ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും പറഞ്ഞേനെ പുള്ളി ഭയങ്കര സ്ട്രോങ് ലീഡറാണ്. പക്ഷെ അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു തുറന്നു കിടക്കുന്ന വാതിൽ പോലെ ആയിരിക്കണം. പക്ഷെ അല്ലാണ്ട് ജനങ്ങളെ കാണുമ്പോൾ കൊട്ടിയടക്കുകയും ആവശ്യം വരുമ്പോൾ മാത്രം തുറക്കുകയും ചെയ്യുന്ന കഥകൾ എല്ലാ തവണയും ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. അതിനൊരു പ്രധാന ഉദാഹരണം പല നേതാക്കന്മാരുടെയും പരാജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതലും ഈ ഒരു തമിഴ്നാട് പൊളിറ്റിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിലൊരു നിരീക്ഷണം അറിയാൻ പറ്റും. അവിടെ തമിഴ്നാട് കുറെ കൂടെ ഒരു ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആരാധകരോട് അല്ലെങ്കിൽ ആരാധന കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കുറേ കാലം ഈ ഒരു ആരാധന മുതലെടുത്തിട്ട് കുറേയധികം ആൾക്കാരോട് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര വലിയ ആക്ടർ ആണെങ്കിലും ശരി, കമലഹാസന് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു തമിഴ്നാട് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ എത്ര നല്ല ലീഡർ ആണെന്ന് പറഞ്ഞാലും എത്ര നല്ല കൊമ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളോട് ഓരോ വികാരം, ജനവിരുദ്ധത, ഭരണത്തിനോടപ്പുറത്തേക്കും ആ ഒരു നേതാവിനോട് നമുക്കൊരു വിരുദ്ധത തോന്നിയിട്ടുണ്ട് എങ്കിൽ അവർ എത്ര പ്രവർത്തനം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം വീണ്ടും ഇത്രയും വർഷം കൂടി എനിക്ക് സഹിക്കാൻ വയ്യാന്ന് മാത്രമേ ഒരാൾ പറയത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ പിണറായിയുടെ കാര്യത്തിൽ നമ്മൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്.